ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈലാസനാഥൻ്റെ 17ാമത്തെ എപ്പിസോഡാണ്. തൻ്റെ കൈവെള്ളയിലിരിക്കുന്ന കമലദളങ്ങളിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന മഹാദേവനെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നു പോകുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇത് ഭൂതപ്രേതങ്ങളും നന്ദിയുമൊക്കെ കാണുന്നുമുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നാരദ മഹർഷി എത്തുന്നു. തൻ്റെ വരവ് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് തന്നെയാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മഹാദേവന് നാരദൻ പ്രണാമമർപ്പിക്കുന്നു. അപ്പോഴാണ് മഹാദേവൻ്റെ കൈകളിലിരിക്കുന്ന താമരപ്പൂവ് നാരദർ കാണുന്നത്. അതോടെ നാരദൻ തൻ്റെ പണി തുടങ്ങുന്നു. ഇന്നലെ വരെ സ്വയം ഒഴിവാക്കിക്കൊണ്ടിരുന്ന താമരപ്പൂവ് ഇന്നത് കൈവെള്ളയിൽ വെച്ച് താലോലിക്കുകയാണോ എന്ന് നാരദർ മഹാദേവനോട് ചോദിക്കും. മഹാദേവൻ ഇത് സ്വയമറിയാതെ ഒഴുകിവന്ന കമലമാണെന്ന് പറഞ്ഞ് പൂവ് നന്ദിയെ തിരികെ ഏൽപ്പിക്കുന്നു. സ്വയമറിയാതെയോ? ആർക്കറിയാം. ഇനിയിപ്പോൾ കമലതലങ്ങളിൽ പേരെഴുതിയ ദേവി തന്നെ സ്വയം അറിയാതെ ഇവിടേക്ക് ഒഴുകിയെത്തില്ലെന്ന് ആർക്കറിയാമെന്നൊക്കെ നാരദർ പറയും. മഹാദേവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അല്ല അങ്ങനെയല്ല, ഈ പുഷ്പം സ്വയം ഒഴുകി വന്നതല്ല, ഇതിവിടെ കൊണ്ടുവന്നതാണ്, നന്ദിയാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടതെന്നൊക്കെ ഭൂതഗണങ്ങൾ പറയുന്നു. ഇതിനിടയിൽ കയറി ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. പ്രജാപതി ദക്ഷൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നന്ദി കമലപുഷ്പങ്ങൾ കൊണ്ടുവന്നത് മുതൽ അവിടെ ആകെ പ്രശ്നങ്ങളായിരിക്കുകയാണ്. ആദ്യമായി പ്രജാപതി ദക്ഷൻ സതിയുടെയും പ്രജകളുടെയും മുന്നിൽ വച്ച് ശക്തിസിദ്ധികൾ പ്രദർശിപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മഹാസഭ കൂടുവാനും തീരുമാനമായി. ചന്ദ്രനും ഇന്ദ്രനും സപ്തഋഷികളും എല്ലാവരും വരുന്നുണ്ട്. ആ സഭ മഹത്വപൂർണം തന്നെ ആയിരിക്കില്ലേ? ഇതിൻ്റെയൊക്കെ കാരണം നീയാണ് നന്ദി. പ്രജാപതി ദക്ഷൻ മഹാദേവന്റെ നാമം പോലും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീയോ? അദ്ദേഹത്തിൻ്റെ ഭവനം വരെ എത്തി. ദേവിയെ കണ്ടു, ദേവിയുമായി സംസാരിച്ചു. മഹാദേവന്റെ നാമം എഴുതിയ കമലപുഷ്പങ്ങളുമായി ഇവിടം വരെ എത്തി. ദക്ഷൻ പിന്നെ കോപിതനാകാതിരിക്കുമോ? ഇനി കണ്ടറിയാം. മഹാസഭയുടെ പരിണിത ഫലങ്ങൾ കണ്ടു തന്നെ അറിയണം. എന്നോ എരിഞ്ഞു തുടങ്ങിയ ഒരഗ്നിയാണിത്. അതിലാ നീ പോയി എണ്ണ ഒഴിച്ചത് എന്നൊക്കെ നാരദർ പറയുന്നു. നാരദർ നന്ദിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭൂതഗണങ്ങൾ. എന്നാൽ ഇത് കേൾക്കുന്ന മഹാദേവനാകട്ടെ, നന്ദിക്ക് എന്നോട് ഏറെ പ്രിയമാണ്, സദാ എന്നെപ്പറ്റി മാത്രമാണ് ചിന്ത. എൻ്റെ പേരെഴുതിയ കമലപുഷ്പങ്ങൾ കണ്ടപ്പോൾ അത് നഷ്ടപ്പെടരുതെന്ന് നന്ദിക്ക് തോന്നി. അതുകൊണ്ടത് ശേഖരിച്ച് കൊണ്ടുവന്നുവെന്നേ ഉള്ളൂ എന്ന് മഹാദേവൻ പറയും. അത് സത്യം തന്നെ, സന്ദേഹമില്ല. നിസ്സന്ദേഹം നന്ദി അങ്ങയുടെ പരമഭക്തൻ തന്നെ. പക്ഷേ മഹാസഭയുടെ കാര്യം എന്ന് പറഞ്ഞ് നിർത്തുകയാണ് നാരദർ. അതിന് മറുപടിയായി നാരദരെ നോക്കി മഹാദേവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്യുന്നു. അടുത്തത് ദക്ഷന്റെ കൊട്ടാരമാണ് കാണിക്കുന്നത്. അവിടെ ദക്ഷനും പത്നി പ്രസൂതിയും തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. എന്താണ് പറ്റിയത് സ്വാമി? ഇത്തരത്തിലൊരു പ്രദർശനം സർവ പ്രജകളുടെയും മുന്നിൽ വച്ച്, സതിയുടെ മുന്നിൽ വച്ച്, അതുമല്ലാതെ ഈ മഹാസഭയുടെ പ്രഖ്യാപനവും എന്തിനു വേണ്ടിയാണ് സ്വാമി എന്ന് പ്രസൂതി ദക്ഷനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും ഭൃഹുമുനിയും കശ്യപ മഹർഷിയും അവിടേക്ക് വരികയും ഞാനും ആ ചോദ്യമുന്നയിക്കാൻ ആലോചിച്ചതാണ്. നന്ദിയുടെ ആഗമനവും മഹാസഭയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ഭൃഹുമുനി ചോദിക്കും. ഇല്ല, ഒരു ബന്ധവുമില്ല. ഒരുപാട് വർഷങ്ങളായി മഹാസഭയുടെ ആലോചനകൾ ഇവിടെ നടന്നിട്ട്. എനിക്കറിയേണ്ടത് മറ്റൊന്നുമല്ല, ഈ പ്രപഞ്ചത്തിലുള്ളവരെല്ലാം സന്തുഷ്ടരാണോ അല്ലയോ എന്ന് മാത്രമാണ്. അങ്ങനെയല്ലെങ്കിൽ അത് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? അതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ മഹാസഭ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് പ്രജാപതി പറയുമ്പോൾ അത് മാത്രമാണല്ലേ സ്വാമി എന്ന് പ്രസൂതി എടുത്തു ചോദിക്കുന്നുണ്ട്. തീർച്ചയായും എന്ന് ദക്ഷനും മറുപടി പറയും. വസന്തോത്സവത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെല്ലാം മറന്നിരിക്കുകയായിരുന്നു. എപ്പോഴാണത് ആഘോഷിക്കേണ്ടതെന്ന് വളരെ ആവേശത്തോടെ പ്രസൂതി ചോദിക്കുന്നു. ഇന്ദ്രനും ചന്ദ്രനും സപ്തഋഷികളുമായി സഭയിൽ വച്ച് ഈ വിഷയങ്ങളെല്ലാം തന്നെ വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ വസന്തോത്സവത്തെക്കുറിച്ച് ഞാനൊരു തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് ദക്ഷനും പറയും. അപ്പോഴേക്കും അവിടേക്ക് സതിയും സഹോദരിമാരും എത്തുന്നു. ഇത്തവണ വസന്തോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ചെയ്തുകൊള്ളട്ടെ എന്ന് സതി വളരെ സന്തോഷത്തോടുകൂടി പിതാവിനോട് ചോദിക്കുന്നു. നിന്റെ അഭാവത്തിൽ അതെല്ലാം അസംഭവ്യമാണ്. ഒരുക്കങ്ങൾ ആരംഭിച്ചുകൊള്ളൂ, സഹോദരിമാരെയും കൂട്ടിക്കൊള്ളൂവെന്നും ദക്ഷൻ പറയും. അത് കേൾക്കുന്ന സതിക്കും ഒരുപാട് സന്തോഷമാകും. പിന്നെ ഇപ്പോഴാണ് ഓർത്തത്, ഇന്ദ്രനെയും ചന്ദ്രനെയും സപ്തഋഷികളെയും വിളിക്കണമെന്ന് മന്ത്രിമുഖ്യനോട് ഞാൻ പറഞ്ഞിരുന്നു. അവരോടൊപ്പം മഹാസഭയിൽ വച്ച് എനിക്ക് പലതും തീരുമാനിക്കാനുണ്ട്.
ഒരു പ്രധാന കാര്യം, ചന്ദ്രദേവനുള്ള ക്ഷണപത്രികയിൽ രോഹിണിയെയും രേവതിയെയും തീർച്ചയായും കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറയണം. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിട്ട് കാലം കുറേയായി എന്നും ദക്ഷൻ പറയും. രോഹിണിയും രേവതിയും ദക്ഷന്റെ മറ്റു പുത്രിമാരാണ്. അത് കേൾക്കുന്നതോടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും. എത്രയോ നാളുകൾക്ക് ശേഷം സഹോദരിമാരെല്ലാം ഒരുമിച്ച് കൂടുന്ന സന്തോഷത്തിലായിരുന്നു സതിയും സഹോദരിമാരും. എന്നാൽ അതിനു പിന്നിൽ മറ്റെന്തോ നിഗൂഢമായി ഒളിപ്പിച്ചിരിക്കുന്നതായി ദക്ഷന്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്രഭഗവാന്റെ പിതാവ് അത്രി മഹർഷിയുടെ ആശ്രമമാണ്. മഹാസഭയിലേക്കുള്ള ക്ഷണപത്രിക കണ്ട് ആശങ്കാകുലനായി നിൽക്കുകയാണ് അത്രി മഹർഷി. കാരണം അദ്ദേഹം ഒരു കടുത്ത മഹാദേവ ഭക്തനാണ്. അവിടേക്ക് വരുന്ന ദധീചി മഹർഷിയോട് തൻ്റെ ഉത്കണ്ഠ അറിയിക്കുകയാണ് അത്രി മഹർഷി. കുറച്ചു നാളുകൾക്ക് മുൻപ് ശിവലിംഗത്തെ അധിക്ഷേപിച്ച ആളാണ് ദക്ഷൻ. മഹാസഭ എന്ന് കേൾക്കുന്നതോടെ മഹാദേവനെ അപമാനിക്കാനുള്ള പ്രജാപതി ദക്ഷന്റെ അടവാണിതെന്ന് ദധീചി മഹർഷിയും മനസ്സിലാക്കുന്നു. മഹാസഭയിലേക്ക് പോകാനും പോകാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലായിരുന്നു അത്രി മഹർഷി. അതിന് കാരണം ഒരു വശത്ത് അദ്ദേഹം പൂജിക്കുന്ന അദ്ദേഹത്തിന്റെ മഹാദേവൻ, മറുഭാഗത്ത് പ്രജാപതി ദക്ഷൻ. ദക്ഷന്റെ ഉദ്ദേശം മഹാദേവന്റെ ഈശ്വരശക്തി നശിപ്പിക്കുക എന്നതാണ്. ദക്ഷന്റെ 2 പുത്രിമാരും എൻ്റെ മകൻ ചന്ദ്രനെ പരിണയിച്ചില്ലായിരുന്നുവെങ്കിൽ ദക്ഷന്റെ ഒരു ക്ഷണവും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കില്ലായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് പകരം ഞാൻ ചന്ദ്രനെ അയക്കുകയാണെന്ന് അത്രി മഹർഷി പറയുമ്പോഴേക്കും അനസൂയാദേവി അരുതെന്ന് പറഞ്ഞ് അവിടേക്ക് വരുന്നു. അറിയില്ലല്ലോ അവിടെ എന്താണ് സംഭവിക്കുക എന്ന്. അതുകൊണ്ട് അങ്ങ് പോയാൽ മതിയെന്ന് മാതൃസഹജമായ ഉത്കണ്ഠയോടുകൂടി മകന് വല്ലതും സംഭവിച്ചാലോ എന്ന് കരുതി അനസൂയ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ ചന്ദ്രനും പുത്രധർമ്മം നിർവഹിക്കാൻ അവസരം നൽകേണ്ടതല്ലേ? സദാസമയവും ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ. സമയമായിരിക്കുന്നു. അതുകൊണ്ട് നാം അവന് സന്ദേശം അയച്ചിട്ടുണ്ടെന്ന് അത്രി മഹർഷി പറയും. മനസ്സിലാക്കിയാലും ഈ സഭയിൽ ചന്ദ്രൻ പോകുന്നതോർക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നുവെന്നും അനസൂയ പറയും. അരുതാത്തതൊന്നും സംഭവിക്കില്ല, നല്ലതു മാത്രമേ സംഭവിക്കൂ. എല്ലാവരുടെയും നന്മയ്ക്കായി മാത്രം. സൗഭാഗ്യവശാൽ ചന്ദ്രദേവൻ തന്നെ ആ മഹാപരിവർത്തനത്തിന് നിമിത്തമായാലോ എന്ന് പറഞ്ഞ് ദധീചി മഹർഷി അനസൂയയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഇതേസമയം ദക്ഷന്റെ കൊട്ടാരത്തിൽ മഹാസഭയ്ക്കായുള്ള ഒരുക്കത്തിലായിരുന്നു സതി. ഇന്ദ്രനും ചന്ദ്രനും സപ്തഋഷിമാർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കാനും മറ്റും ഊർജ്ജസ്വലയായി ഓടി നടക്കുന്ന സതിയെ കാണുന്ന ദക്ഷനും പ്രസൂതിക്കും അതീവ സന്തോഷമാകും. പിതാവിനെയും മാതാവിനെയും കണ്ടയുടൻ വന്ന് വണങ്ങുന്ന സതിയോട്, നീ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയവളാണ്, എന്നാലും സാംസ്കാരിക പൈതൃകത്തിൽ മറ്റെല്ലാവരെക്കാളും മുന്നിലുമെന്ന് ദക്ഷൻ പറയുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ അങ്ങയുടെ പ്രിയപുത്രിയല്ലേ എന്ന് സതി ചോദിക്കുന്നു. അത് മാത്രമല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിന്റെ മാതാവ് നിന്നെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ ഞാൻ അവളുടെ അടുത്തിരുന്നാണ് മനുഷ്യ സംസ്കാരത്തിന്റെ 16 സംഹിതകൾ രചിച്ചത് എന്നും ദക്ഷൻ പറയും. ഇത് കേൾക്കുന്ന പ്രസൂതി, നമ്മുടെ എല്ലാ പുത്രിമാരിലും എന്തെങ്കിലും സവിശേഷതകളുണ്ട്, എന്നാൽ സതിക്ക് എല്ലാ സ്വഭാവ സവിശേഷതകളും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. എനിക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾ ഇരുവരിൽ നിന്ന് കൈവരിച്ചതല്ലേ? ഞാനിപ്പോൾ രോഹിണി രേവതി ജ്യേഷ്ഠത്തിമാരെ കാണാൻ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് ചന്ദ്രദേവൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് സതി ചോദിക്കും. ഇതേസമയം സ്വർലോകത്തിലൂടെ ചന്ദ്രനും രോഹിണി ദേവിയും തേരിലങ്ങനെ വരികയാണ്. ചന്ദ്രഭഗവാന്റെ മുഖം മ്ലാനമായിരിക്കുന്നത് കണ്ട് കാരണം തിരക്കുന്ന രോഹിണി ദേവിയോട് എന്തിനാണ് ഈ മഹാസഭയിലേക്കുള്ള ക്ഷണമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ചന്ദ്രൻ പറയുന്നു. അങ്ങ് ആവശ്യമില്ലാതെ വ്യാകുലപ്പെടേണ്ടതില്ല. ചിലപ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹം പിതാവിന് തോന്നിയിട്ടുണ്ടാകാമെന്ന് രോഹിണി പറയുമ്പോൾ, ഒരു കാരണവുമില്ലാതെ ദേവിയുടെ പിതാവ് അങ്ങനെ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ എന്താണ് ഉദിക്കുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന് ചന്ദ്രദേവൻ പറയും. മഹാസഭയുടെ യോഗം പതിവുള്ളതല്ലേ, ഇതിലിത്രയും ആശ്ചര്യത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ദേവി ചോദിക്കും. മഹാസഭയിൽ സന്നിഹിതനാകാൻ മരുമകനെ ക്ഷണിക്കുക എന്നത് എൻ്റെ പിതാവിൻ്റെ താല്പര്യമല്ലേ, അതെൻ്റെ പിതാവ് അങ്ങയ്ക്ക് നൽകിയ സ്ഥാനമല്ലേ എന്നും ദേവി ചോദിക്കുമെങ്കിലും ചന്ദ്രന്റെ മുഖം മ്ലാനമായി തന്നെ ഇരിക്കുന്നത് കണ്ട് അങ്ങൊട്ടും വിഷമിക്കേണ്ടതില്ല. എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് പറഞ്ഞ് ദേവി അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. രേവതി ജ്യേഷ്ഠത്തെയും നമുക്ക് കൂടെ കൊണ്ടുപോകണ്ടേ എന്ന് രോഹിണി ചോദിക്കും. ആദ്യം നമുക്ക് മാതാപിതാക്കളെ കാണണം, അതിനുശേഷം രേവതിയെയും കൂട്ടിക്കൊണ്ട് പ്രജാപതി ദക്ഷന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കാമെന്ന് ചന്ദ്രദേവൻ പറയുന്നു.
ഇതേ സമയം അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ശിവനെയും ശക്തിയെയും സംയോജിപ്പിക്കാനായി അങ്ങ് ചന്ദ്രദേവനെ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്ന് അനസൂയ ദദീചി മഹർഷിയോട് പറയുന്നു. എന്നാൽ അത്രി മഹർഷി അനസൂയയെ വിലക്കാൻ ശ്രമിക്കും. എന്നാൽ ഞാൻ അവൻ്റെ മാതാവാണ്, ഞാനല്ലാതെ മറ്റാരാണ് അവനെപ്പറ്റി വ്യാകുലപ്പെടുക എന്നൊക്കെ വിഷമത്തോടെ പറയുകയാണ് അനസൂയ. സ്വന്തം പുത്രനെക്കുറിച്ച് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ദേവിയുടെ പുത്രൻ മഹത്വപൂർണമായ ഒരു കാര്യത്തിനാണ് പോകുന്നത്. സമസ്ത പ്രപഞ്ചവും ധന്യമാകും. നമുക്കവനെ ഓർത്ത് അഭിമാനിക്കാനാകുമെന്നും അത്രി മഹർഷി പറയും. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചേ മതിയാകൂ. ജനന സമയത്ത് തന്നെ എല്ലാവരുടെയും ഭാഗ്യം നിർണയിക്കപ്പെടുന്നുവെന്നും ദദീചി മഹർഷി പറയുമ്പോഴേക്കും ചന്ദ്രദേവനും രോഹിണി ദേവിയും അവിടേക്ക് വരുന്നു. അവരെ കാണുന്നതും എല്ലാവർക്കും അതിയായ സന്തോഷമാകും. മാതാപിതാക്കളെ വണങ്ങുന്ന ചന്ദ്രദേവനോട് നീ ഇന്നാണോ എന്നെ ഓർത്തതെന്ന് പരിഭവം പറയുകയാണ് അനസൂയ. മാതാവിനെ ഞാൻ രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ ഇരുന്ന് ഓർക്കാറുണ്ടെന്ന് പറയുന്ന ചന്ദ്രനോട് അപ്പോൾ പകലിൽ എന്നെ ഓർക്കാറില്ലേ എന്നാണ് അനസൂയ ചോദിക്കുന്നത്. രാത്രി ഉറങ്ങാതിരുന്നാൽ പകൽ ഉറക്കം വരില്ലേ എന്ന് ചന്ദ്രൻ തിരികെ ചോദിക്കും. ശേഷം ദേവിയുടെ മുഖം മൂകമാകുന്നത് കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാതാവേ എന്ന് ചന്ദ്രൻ ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അത്രി മഹർഷി അവരോട് ഇരിക്കാൻ പറയുമെങ്കിലും അനസൂയയുടെ മുഖം പ്രസന്നമാകാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടും എന്താണ് എന്നിൽ നിന്നും മറയ്ക്കുന്നതെന്ന് ചന്ദ്രൻ ചോദിക്കും. ഒരു മാതാവിൻ്റെ മനസ്സ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വ്യാകുലമായിരിക്കും. മഹാദേവൻ നിങ്ങളെ സംരക്ഷിക്കട്ടെ, പോയി വരുവാനും പറഞ്ഞ് അത്രി മഹർഷി അവരെ പറഞ്ഞുവിടാൻ തുടങ്ങുമെങ്കിലും അനസൂയ അത് തടയുന്നു. ശേഷം വേണ്ട ആതിഥേയ മര്യാദകൾ നൽകിയ ശേഷമാണ് അത്രി മഹർഷിയും അനസൂയയും മഹാസഭയിലേക്ക് ചന്ദ്രദേവനെയും രോഹിണിയെയും പറഞ്ഞുവിടുന്നത്. എന്നാൽ അപ്പോഴും അനസൂയയുടെ മനസ്സ് കലുഷിതമായിരുന്നു. ചന്ദ്രനെ അങ്ങ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. എങ്കിൽ അവൻ വരാൻ പോകുന്ന കാര്യങ്ങൾ നേരിടാൻ പ്രാപ്തനായേനെ എന്ന് അനസൂയ ആശങ്കപ്പെട്ടുകൊണ്ട് പറയുന്നു. നിന്റെ വേവലാതി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ എൻ്റെയും പുത്രനാണ്. ദേവിക്ക് എത്രമാത്രം ചിന്തയുണ്ടോ അതെനിക്കുമുണ്ട്. പക്ഷെ ഞാനത് കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാനതെല്ലാം മഹാദേവനിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഭോലേനാഥ് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ സമസ്ത സമസ്യകൾക്കും പരിഹാരമാണവൻ. നമുക്ക് മാർഗദർശനം നൽകി അതുപോലെ ചന്ദ്രന് വേണ്ട മാർഗദർശനവും അദ്ദേഹം നൽകും. എനിക്കതിൽ പരിപൂർണമായ വിശ്വാസമുണ്ടെന്ന് അത്രി മഹർഷി പറയുന്നു. അതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി ഉടനെ കാണാം. അതിനായി നമ്മുടെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത എപ്പിസോഡുമായി കാണുന്നത് വരെ എല്ലാവർക്കും